വെൽക്കം ടു കൽപ്പിൻ്റെ കാന്താരിയോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണുമോറും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, ജലദോഷമൊക്കെ പിടിച്ച് പനിയൊക്കെ പിടിച്ചിരിക്കണം കേട്ടോ. തടി വെച്ചു എന്ന് തോന്നുന്നു ഗൈസ്, കവളൊക്കെ നല്ല. അപ്പോൾ അതേ ബദ്രി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. കുരുത്തക്കേടാണ്. കിടത്തിയത് എവിടെയാ? അവിടെ. ആളെവിടെയാ? ഇവിടെ. അവനോട് കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ ഒരു വലിയൊരു പണിയിലാണ്. അത് ഫുൾ പൈസ ഇട്, അതപ്പോൾ അതിലിട്ടോ, കുറച്ച് നിറയണവരിട്ടോ. അവൻ്റെ തൊണ്ട് പൊട്ടിച്ച്, മീൻസ് കുഞ്ചി, തൊണ്ട ഇവിടെ പറയും, അവിടെ അങ്ങോട്ട് കുഞ്ചി പറയും. അത് പൊട്ടിച്ച് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അവന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം പോലെ. അപ്പം അതിന് സാധനങ്ങളൊക്കെ വാങ്ങണം. അവൻ്റെ പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം. അവൻ്റെ വാവ വന്നിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ്. സ്റ്റാർ തൂക്കണം, അങ്ങനെ കുട്ടി ആഗ്രഹങ്ങളുണ്ട് അവന്. അപ്പോൾ ഞങ്ങളിന്ന് ടൗണിൽ പോകാമെന്ന് ഓർത്തിട്ട്, അപ്പോൾ ഞാൻ ഓർത്ത് ഇൻട്രോ എടുത്തേക്കാം. കോലത്തിലിരിക്കുകയാണ്, പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തൈപ്പൂയമാണ്. അപ്പോൾ അതിന് ഏട്ടന് അവിടെയാണ്, അമ്പലത്തിലാണ്. അപ്പോൾ ഇതിന് കുറച്ച് തിരക്കാണ് ഗൈസ്. അയ്യോ, കിക്കട്ടൻ പോയി. ആദ്യം ഇവനൊരു കിക്കട്ടൻ വാങ്ങിക്കൊടുക്കണം. എന്നാൽ ഭദ്രയുടെ കിക്കട്ട് ഇന്നലെ മെയിൻ നല്ലൊരു കിക്കട്ട് ഉണ്ടായിരുന്നു അവൻ്റെ താറാവിൻ്റെ, അത് ഇവൻ പൊട്ടിച്ച്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും അവൻ കിക്കട്ടൻ വാങ്ങിക്കൊടുക്കണം. പിന്നെ എന്തിനാണ് മറ്റേ ക്രിസ്മസ് പൈസ അതിലിട്ടേക്ക്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ചെറിയൊരു നോക്കട്ടെ, പോയിട്ട് ചെറിയൊരു സ്റ്റാറോ ഒക്കെ വാങ്ങണം. വലുതൊന്നും വേണ്ട, ചെറിയൊരു സ്റ്റാർ, എക്സ്ട്രാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കുറച്ച് എമൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് മൊത്തം തീർക്കണ്ട. അത്യാവശ്യം പൈസ ആക്കിയേക്കണം കേട്ടോ. അവൻ തൊണ്ടിൽ അത്യാവശ്യം 2 തൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്യാഷ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അവന് വിഷുവിന് എടുക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പം പിന്നെ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞിട്ടല്ല നാളെ. അപ്പം ആലോചിക്കാം, വിഷുവിന് വേറെ കുഞ്ചി എപ്പോഴേക്കും നിറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞേക്കണം. ഇപ്പം സമയമുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും മുറിച്ചിട്ട് ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടില്ല നാളെ അങ്ങനെ ചെയ്യാമെന്ന്. അവനത് ചെയ്യട്ടെ. ഏട്ടനക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വരും, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഓക്കെ, ബാക്കി വിശേഷം വഴിയെ പറയാം. ചാകാൻ കിടന്നാലും വെറുതെ വിടാത്ത മക്കളാണത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് റെഡി ആയിട്ട് ഏട്ടൻ നിൽക്കണ സ്ഥലത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ്സിന് ഫസ്റ്റ് ബദ്രിനെയും കൊണ്ട് പോകുന്ന കേട്ടോ. അടക്കി പൈസ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ അവൻ ഇന്നിപ്പോൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് വരാം. ഏട്ടൻ ഇനി അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് ഞങ്ങളെ കൂട്ടി പോണത് റിസ്ക് ആണ്. അപ്പോൾ അതിനേക്കാളും സിമ്പിൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേ കിടന്നു. അപ്പോൾ ഞങ്ങളോർത്ത് ഇവിടെ നടന്നിട്ട് റോട്ടുമിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറി അവിടെ പോയി ഇറങ്ങാമെന്ന് ഓർത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോൾ മാറ്റിട്ട് കേട്ടോ. ഓക്കെ, തീരെ വയ്യ, കണ്ണുമ്പോൾ നോക്ക്, അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ടൗണിലോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പുതിയാപ്പ വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പുതിയാപ്പയിൽ ഉത്സവത്തിൻ്റെ ഏറ്റവും വളരെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ലൈറ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കാണാൻ അതിമനോഹരമാണ്. നമ്മുടെ അങ്ങടെ എറണാകുളത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഫുൾ ലൈറ്റ് ഇട്ടൊരു ഉത്സവം കേട്ടോ അത്. ആ ലൈറ്റ് കാണാനാണ് ഏറ്റവും എന്താ പറയുക എല്ലാവരും വരുന്നത് ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ പോണ വയ്ക്ക് ലൈറ്റ് ഫുൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പകലെടുത്താണ്, ഇതിൻ്റെ നൈറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ ഉത്സവത്തിന് പോകുമ്പോൾ. ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമായിട്ടുണ്ടായിരുന്നു. ഇതൊരു ബീച്ച് സൈഡിലാട്ടോ ഈ അമ്പലം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഇവിടെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെയല്ല, എന്താ പറയുക കടലോരത്തൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് അമ്പലം. അമ്പലത്തിനൊക്കെ ചുറ്റും നല്ല ലൈറ്റാട്ടോ. അങ്ങനെ അതുവഴി പോയപ്പോൾ എന്താ പറയുക, ആദ്യം പറയുന്നുണ്ട് ഉത്സവത്തിന് വരണം എന്ന്. അപ്പോൾ 24, 25, 26 അവിടെ കാര്യമായിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഡേറ്റിന് ഞങ്ങൾ പോകും. ഏട്ടനപ്പോൾ അന്ന് ഒരു ഡേറ്റിന് ഫ്രീ ആവും. അപ്പോൾ അന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കണത്. ഇത് കുറച്ച് ദൂരമൊന്നുമല്ല കേട്ടോ, കുറച്ചധികം തന്നെയുണ്ട്. നമ്മുടെ അവിടുത്തെ മാതിരി ഉത്സവത്തിന് ആ ചുറ്റും മാത്രമല്ല ഇട്ടേക്കുന്നത്. ആ റോഡ് മൊത്തം കണ്ടില്ലേ, മൊത്തം ഇതാക്കിയതാണ്. എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേക തരം കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ വഴിയെ ലൈറ്റോടെ കാണുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഒരു സൈഡ് മൊത്തം ലൈറ്റായിട്ടത്. ഇനി അവിടെ നിന്ന് വരുമ്പോഴും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തന്നെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ലൈറ്റിൻ്റെ ഇതും കാണും. അങ്ങനെ കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ബദ്രിക്ക് പാലൊക്കെ കൊടുത്ത് വിശപ്പ് മാറ്റിയാണ്. ഇല്ലെങ്കിൽ അവൻ അവിടെ ഇറങ്ങുമ്പോഴേക്കും കരച്ചിലും ബഹളവും. അപ്പോഴേക്കും ആദ്യം വീഡിയോയ്ക്ക് നിന്നു. അങ്ങനെ ഞങ്ങളതേ മിഠായി തെരുവിലെത്തി. ഏട്ടൻ്റെ കയ്യിൽ ബദ്രിയുണ്ട്. ലൈറ്റ് സ്റ്റാറൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു മക്കളെ അത്രയും തിരക്ക്. എങ്ങനെയൊക്കെയോ കിട്ടിയതും പറക്കി വാങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് വീട് പിടിച്ചാൽ മതിയെന്നായി. അത്രയും ടയേർഡായി ഞങ്ങൾ. പിന്നെ അതിനുശേഷം അത് കൊണ്ടുവന്ന് എത്തിയപ്പോൾ ഇതേ സമയം ഇത്ര ഇരുട്ടായി. അത് കൊണ്ടുവന്ന് ഞങ്ങളത് എവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാനും ആദ്യക്കൂട്ടനും പേട്ടൻ എനിക്ക് സ്റ്റാർ ഇട്ട് തന്നു. കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റാർ ഉണ്ടായിരുന്നു, അതൊരു സൈഡിൽ കത്തുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ. കൊല്ലം ക്രിസ്മസ് ബദ്രി വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസാണ്. ബാക്കി വിശേഷമായി കാണുന്നവരും